ഈ താങ്കളുടെ ഈ സുവിശേഷ പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റേഡിയോ പ്രഭാഷണം ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. ഇത്തരം മാധ്യമങ്ങളിലൂടെയാണ് ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മറ്റ് സഭാ മേലധ്യക്ഷന്മാരോ ബിഷപ്പുമാരോ ഒന്നും ഇങ്ങനെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇതൊരു ബോധപൂർവമായ നീക്കമായിരുന്നു. എന്തായിരുന്നു ഈ ചിന്തയ്ക്ക് പിന്നിൽ? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു സാധാരണ മനുഷ്യരെ മനസ്സിലാക്കുകയും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങൾ കാണുകയും യേശു കരഞ്ഞു എന്നെഴുതിയിട്ടുണ്ട് ബൈബിളിൽ. ഇതാ അഖിലാണ്ടത്തിനുടനായ ദൈവം തമ്പുരാൻ മനുഷ്യനായ ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ വേദന കണ്ട് കരയുന്നു, കുഷ്ഠരോഗിയെ കൈകൊണ്ട് തൊടുന്നു, സൗഖ്യമാക്കുന്നു, വിശന്ന് വലഞ്ഞ ആയിരങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു. ഒരു സ്ത്രീയെ ആശ്രയമറ്റ ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം യേശു ക്രിസ്തു 80 കിലോമീറ്റർ യാത്ര ചെയ്തു. അന്നേരം ഞാൻ കേരളത്തിലെ ജനവും അല്ലെങ്കിൽ ഭാരതത്തിലെ ആളുപടി ചിന്തിക്കുമ്പോൾ എൻ്റെ ചിന്ത മഹാത്മാഗാന്ധിജി കണ്ടതുപോലെ ഇന്ത്യയിലെ ജനം താമസിക്കുന്ന കൊട്ടാരത്തിലും വലിയ പാലസിലൊന്നുമല്ല, ഗ്രാമങ്ങൾ 85% ആളുകൾ. അങ്ങനെ അവർ ചിന്തിച്ചു, എവരോട് സംസാരിക്കാനുള്ള മാധ്യമം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഓഫീസിൽ കുത്തിയിരുന്ന 10 കമ്മിറ്റി മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നതല്ല, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും ബെസ്റ്റ് മാർഗം കൊച്ചു റേഡിയോ ആയിരുന്നു. അങ്ങനെയാണ് 19 വർഷം മുമ്പ് ആത്മീയാത്ര പരിപാടി ആരംഭിച്ചത്. ഇതുവരെ റേഡിയോയിലൂടെ എത്ര തവണ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്? ഏകദേശം കണക്കുണ്ടോ? 6800 പ്രോഗ്രാംസ് പ്രൊഡ്യൂസ് ചെയ്തു ഈ കഴിഞ്ഞ 19 വർഷമായിട്ട്. എല്ലാ ദിവസവും ഡെയിലി 7 days a week. പുസ്തകങ്ങളോ? 200 ചില്ലുവാൻ പുസ്തകങ്ങളായി കഴിഞ്ഞു. അതിപ്പോൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. റേഡിയോ പ്രക്ഷേപണം ഇപ്പോൾ 92 ഭാഷകളിൽ ഇന്ത്യയിലും ഏഷ്യയിലെ 11 രാജ്യങ്ങളുമായിട്ട് ഫുട്പ്രിൻ്റ് എന്നാണ് പറഞ്ഞതിന് ഇപ്പോൾ ആൾ കേൾക്കുന്നുണ്ട്.